അടിപൊളി മുരിങ്ങക്കയും മുരിങ്ങയിലയും അവിടെ ചാഞ്ഞടക്കും. ദുബായിലെ പോലെ ഒരു സ്ഥലം ഫുള്ള് മറ്റേ പച്ചപ്പും മാത്രമായിട്ടുള്ള ഞങ്ങളുടെ കുഞ്ഞി ഇതിനകത്ത് വെച്ച് കഴിച്ചോ കഴിച്ചോ. How is it, baby? എങ്ങനെയുണ്ട്? സൂപ്പറാ? അപ്പം ഞങ്ങളിവിടെ നിന്നപ്പോഴും ഞാനൊരു കാര്യം കണ്ടത്, ഇത് കണ്ടത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. ഈ ഡേറ്റ്സിൻ്റെ മരത്തിൽ കണ്ടോ സൂക്ഷ്മൊക്കെ കാണാം ചെറുതായിട്ട്. അവിടെ കണ്ടോ ദൂരെ ഒരു പുള്ളിക്കാരൊരു വയലറ്റ് കളർ ഷർട്ട് നിങ്ങൾക്ക് കാണാമായിരിക്കും. വെള്ളം കുടിക്കുന്നുണ്ടോ? നമ്മുടെ ഈ റോഡിൻ്റെയൊക്കെ സൈഡിൽ ഈ ഷേഖുമാരുടെയൊക്കെ ഈ ഇറവികളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവരിങ്ങനെ വെച്ചേക്കും ഫ്രീ വാട്ടർ, അത് കുടിക്കാൻ വരുന്ന ഡ്രിങ്കിങ് വാട്ടർ കണ്ടോ. മറ്റേ സുമി ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞു എല്ലാം നിങ്ങളുടെ കാറിൽ, അതുകൊണ്ടാണ്. ഇവിടെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടോ? ഇവിടെ ഫാമിലി ഇറങ്ങുന്ന മെയിൻ സ്ഥലം, അതിനേക്കാളും സുഖം ഇവിടെ ഇറങ്ങാൻ. എല്ലാരും ഫാമിലി നല്ല കടലുണ്ടല്ലോ. കടൽ നേരെ പോവാം, അതാ പറഞ്ഞു ഇവിടാണ് രസം. അത്ര ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ, പിന്നെ ആരും നോക്കത്തില്ല. ഹലോ ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളിന്ന് ഒരു ബീച്ച് വന്നാണേ. നാട്ടിൽ അത്രയും വേവ്സോ പരിപാടികളോ ഒന്നുമില്ല. ഇവിടെ ജംഷയും കീയും പോയി പെട്ടെടുക്കുന്നതാണ്, അവർക്ക് ഇപ്പോഴും പേടിയാണ്. നാട്ടിലെ തിരയും സംഭവങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ, ബീച്ചിലെ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല. ഹലോ ഗൈസ്, ജംഷയും ഷാരോണും കീയും നോക്കിയത് ഒരു ബീച്ചാണേ. ഇത് സിറ്റുവേഷൻ നോക്ക്. നാട്ടിലൊക്കെ ആണെങ്കിൽ ആലോചിച്ച് നോക്കിയേ കടലിൻ്റെ അവസ്ഥ എന്താന്ന്. വൃത്തി കാര്യങ്ങളൊന്നുമില്ല, അത് സെക്കൻഡറി. അതല്ല, കടലിൽ ആ ഒരു ഭയങ്കര ഇവൻ എത്ര സൈലൻ്റാന്ന് പറഞ്ഞാലും നല്ല തിര വരുന്ന സമയമല്ലേ നോക്ക്. ഹലോ എങ്ങനെയുണ്ട് കൈറാമറിയം ആൻഡ് ജംഷ തോമസ്? കൊള്ളാം. നോക്ക് ഗൈസ്, ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അതാണ് ബീച്ച്. അത്ര അവിടുന്ന് ഞാൻ നടന്ന് ഇവിടെ വന്നു. അപ്പം നമ്മുടെ നാട്ടിൽ എത്രേ സൈലൻ്റാന്ന് പറഞ്ഞാലും ബീച്ചല്ലേ തിര വന്നിട്ട്. ഇങ്ങോട്ട് നോക്കടി, എടിപെടലി ഇങ്ങോട്ട് നോക്കടി. എടിപെടലി, ആർ യു ഹാപ്പി? Okay, that's great.
ഗൈസ്, അമ്മയ്ക്കായി കരയുന്ന കുട്ടി. പക്ഷെ അമ്മയാണെങ്കിൽ പക്ഷെ അമ്മയാണെങ്കിൽ നീന്തി കിട്ടിയ. അയ്യോ, ഉപ്പോൾ എന്റെ ക്യാമറ. നീന്തി കളിക്കാനായി പാടുപെടുന്ന ഒരമ്മ. ഇതാണ് നമ്മുടെ കഥ. ഇവിടെ അവസാനിക്കുകയല്ല. അമേസിങ്. എന്തിനാണെന്നറിയാതെ തിളയ്ക്കുന്ന ഒരു മത്സ്യകന്യകയാണ് ഗൈസ് നിങ്ങളുടെ സ്വന്തം ജംഷ ചേച്ചി. അരക്കറ്റം വെള്ളം പോലും ഇല്ല. ഇവിടെ കിടന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തിനാന്ന് ആർക്കും അറിയത്തില്ല. എൻജോയ് ചെയ്യാത്രല്ലോ. ഇനി ചീങ്കണ്ണി ഒന്ന് പിടിക്കും കീനെ. ചീങ്കണ്ണി ഉണ്ട്. ചീങ്കണ്ണി അല്ലടി. കുഞ്ഞു പിള്ളേരുടെ കുണ്ടി കടിച്ചോണ്ട് വന്നൊരു സൈസ് മത്സ്യമുണ്ട്. കീനെ പിടിക്കോടി. എനിക്ക് അത് ഓർക്കുമ്പോഴാടി സങ്കടം. എൻ്റെ കീവിൻ്റെ കുണ്ടിയൊക്കെ മീൻ കടിച്ചോണ്ട് പോകുന്നു. അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യേ. ചോറ് കൊടുക്കുമ്പോൾ സ്വിം ചെയ്തോണ്ട് ക്യാമറ പിടിക്കാം. നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും നമ്മളോട് മിണ്ടത്തില്ല. ക്യൂ ഉള്ളതുകൊണ്ട് ഇത്ര ബേബി സേ ഹായ്. പോയിട്ട് വരാം. ബാ കിക്കുട്ടൻ. അതാ